ഇറാന്റെ സൈനികവും തന്ത്രപരവുമായ കരുത്തിനു മുന്നിൽ ആഗോള വിപണികൾക്ക് നിശ്ശബ്ദരായി നോക്കിനിൽക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. ഇറാനും അമേരിക്കയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ കേവലമൊരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് ലോക സാമ്പത്തിക ക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നാണെന്ന് തെളിയിക്കപ്പെട്ടു. അന്താരാഷ്ട്ര നാണയനിധി IMF ചൂണ്ടിക്കാണിക്കുന്നതുപോലെ ഈ സംഘർഷം ലോകത്തെ ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കാൻ പോന്നതാണ്. ഇറാന്റെ ഓരോ നീക്കവും ലോകത്തെമ്പാടുമുള്ള വികസ്വര രാജ്യങ്ങളുടെ ബജറ്റുകളെ സമ്മർദ്ദത്തിലാക്കുന്നു. സംഘർഷം ആരംഭിച്ചതോടെ ലോകമെമ്പാടും ഇന്ധനവിലയിൽ വൻ വർധനവാണുണ്ടായത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ അർജന്റീനയിൽ മാത്രം ഇന്ധനവിലയിൽ 20% വർധനവ് രേഖപ്പെടുത്തി. ഇറാന്റെ ഭാഗത്തുനിന്നുള്ള എണ്ണ വിതരണത്തിലുണ്ടാകാനിടയുള്ള നേരിയ തടസ്സം പോലും അർജന്റീനയെപ്പോലുള്ള രാജ്യങ്ങളിലെ സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നു. തങ്ങൾ ഉൾപ്പെടാത്ത ഒരു യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ തങ്ങളുടെ അടുക്കളകളിൽ അനുഭവിക്കുന്നുവെന്നാണ് ലാറ്റിൻ അമേരിക്കൻ കുടുംബങ്ങൾ പറയുന്നത്. ഇന്ധനവില ഉയർന്നതോടെ മെക്സിക്കോയിലെ പ്രധാന ഭക്ഷണമായ ടോർട്ടില്ലകളുടെ വില വർദ്ധിക്കുമെന്ന ഭീഷണി ഉയർന്നുകഴിഞ്ഞു. ഇറാന്റെ രാഷ്ട്രീയ നിലപാടുകൾ ആഗോളതലത്തിൽ ഭക്ഷണത്തിന്റെയും ഗതാഗതത്തിന്റെയും വില നിശ്ചയിക്കുന്ന പ്രധാന ഘടകമായി മാറിയിരിക്കുന്നു. ബ്യൂണസ് അയേഴ്സിലെ തെരുവുകളിൽ ഇന്ന് നിരാശരായ യാത്രക്കാരുടെ നീണ്ട നിരയാണ്. ഡീസൽ വില ഉയർന്നതോടെ ബസ് സർവീസുകൾ വെട്ടിക്കുറയ്ക്കാൻ അധികൃതർ നിർബന്ധിതരായി. മാർച്ചിൽ മാത്രം പണപ്പെരുപ്പ നിരക്ക് 3.4% ഉയർന്നത് അർജന്റീനിയൻ സമ്പദ്വ്യവസ്ഥയിൽ ഇറാന്റെ സ്വാധീനം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് വ്യക്തമാക്കുന്നു. ഇന്ധനം പൂർണ്ണമായും ഇറക്കുമതി ചെയ്യുന്ന കോസ്റ്റാറിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ സംഘർഷം ഒരു വൻ തിരിച്ചടിയാണ്. പ്ലാസ്റ്റിക് വ്യവസായത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ വില ഉയർന്നത് 10,000-കണക്കിന് ആളുകളുടെ തൊഴിലിനെ ബാധിക്കുമെന്ന അവസ്ഥയിലാണ്. പെട്രോകെമിക്കൽ മേഖലയിലെ ഇറാന്റെ കരുത്ത് ആഗോള വ്യാവസായിക ശൃംഖലയെ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നതിന് ഉദാഹരണമാണിത്. മെക്സിക്കോയിലെ പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ സർക്കാർ കഠിനമായി പരിശ്രമിക്കുകയാണ്. അമേരിക്കയെ ഇന്ധനത്തിനായി ആശ്രയിക്കുമ്പോഴും ആഗോള വിപണിയിൽ ഇറാന്റെ നിലപാടുകൾ കാരണം വർദ്ധിക്കുന്ന വില ലഘൂകരിക്കാൻ മെക്സിക്കൻ സർക്കാരിന് വൻ സബ്സിഡികൾ നൽകേണ്ടിവരുന്നു. ഇത് രാജ്യത്തെ മറ്റു വികസന പദ്ധതികൾക്കുള്ള തുക കുറയ്ക്കാൻ കാരണമാകുന്നു. എണ്ണ ഉൽപ്പാദക രാജ്യമായ ഇക്വഡോറിൽ പോലും ഇന്ധനവില റെക്കോർഡ് നിലയിലെത്തി. ടാക്സി, ഊബർ ഡ്രൈവർമാർ തങ്ങളുടെ ഉപജീവനത്തിനായി കഷ്ടപ്പെടുമ്പോൾ ആഗോള എണ്ണ വിപണിയിലെ ഇറാന്റെ ചലനങ്ങൾ ഇക്വഡോറിലെ സാധാരണക്കാരന്റെ പോക്കറ്റുകളെ ചോർത്തുന്നു. നിയന്ത്രിത വിലവർധനവ് പോലും ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ട്. ഏറ്റവും ദുർബലമായ സമ്പദ്വ്യവസ്ഥയുള്ള ഹെയ്ത്തിയിൽ ഈ സംഘർഷം ഒരു മാനവിക ദുരന്തമായി മാറുകയാണ്. ഇന്ധനവില വർദ്ധിച്ചതോടെ ജനസംഖ്യയുടെ പകുതിയിലധികവും ഭക്ഷ്യക്ഷാമം നേരിടുന്നു. ഇറാന്റെ തന്ത്രപരമായ നീക്കങ്ങൾ ലോകത്തെ ഏറ്റവും ദരിദ്രരായ ജനവിഭാഗങ്ങളെ എത്രത്തോളം ബാധിക്കുമെന്ന് ഹെയ്ത്തിയിലെ സാഹചര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചാലും ഈ സംഘർഷം സൃഷ്ടിച്ച സാമ്പത്തിക മുറിവുകൾ ഉണങ്ങാൻ വർഷങ്ങളെടുക്കും. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും വരും മാസങ്ങളിലും തുടരുമെന്ന് വിദഗ്ധർ പ്രവചിക്കുന്നു. പശ്ചിമേഷ്യയിലെ കരുത്തനായ ഇറാന്റെ ഓരോ ചുവടുവെപ്പും ലോകത്തിന്റെ മറുഭാഗത്തുള്ള ജനങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോന്നതാണെന്ന് ഈ സാഹചര്യം അടിവരയിടുന്നു.